ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ സമയം 10:36 രാത്രിയാണ്. നിങ്ങളിപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്നലെ നമ്മൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ പോയി. അതിന്റെ തലേ ദിവസം ഒരു 3-3.5 മണിക്കൂർ നമ്മൾ ബാക്കി 3 ചാപ്റ്റേഴ്സ് പോയി. അതിന്റെ തലേ ദിവസം നമ്മൾ 3-3.5 മണിക്കൂറോളം ചാപ്റ്റർ എടുത്തു. സോ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് 60+ മാർക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ 60+ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. സോ വീഡിയോ മുഴുവനും കാണുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. സോ 60+ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൂടി കൃത്യമായിട്ട് പറയാൻ പോവുകയാണ്. സോ ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് 4 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ആണ്. രണ്ടാമത്തത് കോർഡിനേറ്റ്സ് ആണ്. മൂന്നാമത്തത് ടാൻജൻസ് അഥവാ തൊടുവരയാണ്. നാലാമത്തത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളാണ്. അഞ്ചാമത്തത് ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര. ഈ 5 ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള 21 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് വരുന്നത് ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, സോ നമുക്ക് ട്രിഗണോമെട്രിയിൽ നിന്നും ഏകദേശം നിങ്ങൾക്ക് ഒരു 20 മാർക്കോളം പ്രതീക്ഷിക്കാം. എല്ലാം നിങ്ങൾക്ക് ഏകദേശം 20 മാർക്ക് വരെ നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. എല്ലാ ചാപ്റ്ററിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് വരെ. ചില ചാപ്റ്റർ മാത്രം കുറച്ച് കൂടുകയും ചില ചാപ്റ്റർ കുറച്ച് കുറയുകയും ചെയ്യും. അതിൽ കുറയാൻ സാധ്യതയുള്ള ചാപ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ സോളിഡ്സിന് ഒരു 18 മാർക്കിന് വരെ ചോദിക്കാം. അതേപോലെ ട്രിഗണോമെട്രിയിൽ നിന്നും ഒരു 18 മാർക്ക് വരെ ചോദിക്കാം. അതേപോലെ തന്നെ കോർഡിനേറ്റ്സ് നിന്നും ഒരു 18 മാർക്ക് വരെ ചോദിക്കാം. ഇത് 20ഉം 22ഉം ഒക്കെ ആളെ സാധ്യത ഉണ്ട്. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ അഥവാ വരക്കാനുള്ള ഒരു 7 മാർക്കിന്റെ ചോദ്യം ഷുവർ ആയിട്ടുണ്ടാവും. 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, 7 മാർക്ക് മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് വരക്കാനുള്ള ചോദ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കി ഒരു 15 മാർക്കോളം നിങ്ങൾക്ക് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടാൻജൻസ് അഥവാ തൊടുവരയിൽ നിന്നും നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള ഒരു റീസൺ. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ അത് ടാൻജൻസ് അഥവാ തൊടുവരയാണ്. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയുന്നത് കോർഡിനേറ്റ്സും ട്രിഗണോമെട്രിയും പിന്നെ സോളിഡ്സും അതേപോലെ തന്നെ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര, ഈ 5 ചാപ്റ്റർ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. സോ പ്രിയപ്പെട്ട മക്കളെ, വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം ഈ രീതിയിൽ പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, സാമാന്തരികം. ഓക്കെ, സോ 60 ഡിഗ്രി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരാം 40 ഡിഗ്രി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ, 40 ഡിഗ്രിയാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് സൈനും കോസും ടാനൊക്കെ വെച്ചിട്ടായിരിക്കും ചോദ്യത്തിന് ഉത്തരം എഴുതാണ്ടാവുക. എന്നാൽ 40 ഡിഗ്രി പകരം 60 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അത് 30:60:90 ആണ്. അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിൽ 90ന് ഓപ്പോസിറ്റ് 10 ആണ്. സോ 60ന് ഓപ്പോസിറ്റ് 30ന് ഓപ്പോസിറ്റ് 5, 60ന് ഓപ്പോസിറ്റ് 5√3 വരും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ചോദിച്ചോളൂ, ബേസ് ഇൻറ്റു ഹൈറ്റ് അഥവാ പാദം ഇൻറ്റു ഉയരമാണ്. 20 × 5√3. ഓക്കെ, 90ന് ഓപ്പോസിറ്റ് 60. സോ 30ന് ഓപ്പോസിറ്റ് എത്രയ്ക്കടാ, 10, 10ന് പകുതി 5, 5√3. ഓക്കെ, സോ ഈ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ പാരലലോഗ്രാം പകരം നിങ്ങൾക്കൊരു ട്രയാങ്കിൾ ആക്കി തരും. ട്രയാങ്കിൾ, അതായത് ഈ ഷേപ്പ് ഉണ്ടാവില്ല, ഈ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അര BH വെച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുപോലെ ഒരു കോണി അല്ലെങ്കിൽ ഏണിയൊക്കെ ചാരി വെച്ച് മതിലിന്മേൽ ചാരി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ്. ഇതിന് 3 മാർക്ക് ഉണ്ടാവും. മക്കളെ, ഈ ടോപ്പിക്ക് 2 രീതിയിൽ വരാം. ചിലപ്പോൾ ഒരു സൂര്യനെ നോക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി കാണുന്ന ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, പക്ഷെ ചിത്രം സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഈ രീതിയിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എല്ലാ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഇക്വേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം. കാരണം എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരത്തിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസിനും അര മാർക്ക് വീതം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്ന് കരുതി ഒരു ചോദ്യത്തിന് 10 ഇക്വേഷൻ എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യത്തിലും ഓരോ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിന് അര മാർക്കെങ്കിലും നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരും. അങ്ങനെ ഒരു 29 അല്ലെങ്കിൽ 20 ചോദ്യങ്ങളിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് അവിടെ കിട്ടും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ കുറെ ടിപ്പുകളാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. 60 മാർക്കിലേക്ക് എത്തിക്കാനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം എന്നല്ല, 100% ഉറപ്പിക്കാം. ഈ രീതിയിലൊരു ചോദ്യം, ഈ ചോദ്യം അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, ഇതുപോലെ ചിത്രം തരാതെ 2 ഓപ്പോസിറ്റ് വേർട്ടിസസ്, 2 എതിർ കോണുകൾ, അതിന്റെ കോർഡിനേറ്റ് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് എന്താക്കാൻ പറയും, ഈ കാണുന്നതിന്റെ ബാക്കി 2ന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറയും. ഇനി അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയും, യെസ്, ഇതിന്റെ ഡയഗണലിന്റെ നീളം അല്ലെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്ര.
ഓക്കെ, ഇതും നിങ്ങൾക്കൊരു 4 മാർക്കിനോളം പ്രതീക്ഷിക്കാം. അപ്പോൾ 4, 3, 7, 4, 11 മാർക്കോളം ഇപ്പോൾ തന്നെ ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, ഞാനിവിടെ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾക്കൊരു 3 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അല്ല എങ്കിൽ ഇതുപോലൊരു ചോദ്യം, ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉള്ളതാണ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് കൃത്യമായിട്ട് സെൻറ്റർ ആണ് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, 3,4 എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 3 ആണ്, ഇതും 3 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. അത് ഹൈറ്റ് ആണ് ഞാൻ പറയുന്നത്, ഹൈറ്റ് 4, ഇത് 3, ഇത് 3. കറക്റ്റ് സെൻറ്റർ ആയതുകൊണ്ടാണ് 3 വരുന്നത്. സോ ഈ കാണുന്നതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -3,4 ആണ്. ഇതിൻ്റെത് -3,-4 ആണ്. താഴോട്ട് വരുമ്പോൾ y നെഗറ്റീവ് ആവും. ഇത് 3,4 ഇതുപോലെ, 3,-4 ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഈ രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് വരെ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏത് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഈ രീതിയിലൊരു ചോദ്യമാണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചുകൊണ്ട് നിങ്ങളോട് ഇതുപോലെ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. അതിനൊരു 4 മാർക്ക് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 4 മാർക്ക് വരെ. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു വര വരക്കാൻ ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇത് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ക്വാഡ്രിലാറ്ററലോ എന്തെങ്കിലുമൊക്കെ വരക്കാനായിരിക്കും തരാം. എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേര് കൂടി ചോദിച്ചിട്ടുണ്ട്, ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മെത്തേഡ് സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ അളന്ന് നോക്കാം. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വലാറ്റ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഇനി 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് സമപാർശ്വ ത്രികോണം, ഐസോസ്ലെസ്. ഇനി ചിലപ്പോൾ തരുന്നത് മട്ട ത്രികോണമാണ്, ഒന്ന് 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെ നിങ്ങളോട് എന്താക്കാം ഒരു 4 മാർക്കിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 ചോദ്യങ്ങൾ വരക്കാനുള്ള ചോദ്യം. 100% എഴുതി വെച്ചോ, 100% ഉറപ്പുള്ള വരക്കാനുള്ള ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ഒരു സർക്കിൾ വരക്കാൻ പറയും, മക്കളെ ഉറപ്പിച്ചോട്ടോ. ഒരു വൃത്തം വരക്കാൻ അറിയാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഞാൻ സൈലത്തിന്റെ SSLC ചാനലിൽ വരക്കാനുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാം, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, വരക്കാനുള്ള ഒരു വീഡിയോ ഏകദേശം 14,000 ആളുകൾ കണ്ട വരക്കാനുള്ള ഒരു കിടിലൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോൾ പാട്ടാൻ പറഞ്ഞേ. യെസ്. അപ്പോൾ ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് മിസ്സാക്കാതെ കാണുക. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിയിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. അതായത് ഇവിടുന്ന് പി എന്ന് അടയാളപ്പെടുത്തുക, എന്നിട്ട് ഒരു സർക്കിൾ വരക്കുക, ഇങ്ങോട്ട് ടാൻജന്റുകൾ വരക്കുക. ഇതാണ് അതിന്റെ മെത്തേഡ്. ഇതിന് 3 മാർക്ക് ഉണ്ടാവും. 4 മാർക്ക് ഉണ്ടാവില്ല, 3 മാർക്ക്. അടുത്തൊരു 4 മാർക്കിന്റെ ചോദ്യം, ഇതേ മോഡല് നമ്പറേ മാറുള്ളൂ കേട്ടോ. 3 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. അതിന് പകരം ചിലപ്പോൾ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഇതേപോലെ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തരും. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. 3 സൈഡുകൾ തന്നുകൊണ്ട് നിങ്ങളോട് അതിന്റെ ഇൻ സർക്കിൾ വരക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ട്രയാങ്കിൾ വരക്കാം. ചിലപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 2 ആംഗിൾ തരും, ഏതെങ്കിലും 2 ആംഗിൾ തരും, എന്നിട്ട് നിങ്ങളോട് ട്രയാങ്കിൾ വരക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ രീതിയിൽ ഏത് വന്നാലും 2 ട്രയാങ്കിൾ വരച്ചുകൊണ്ട് സർക്കിൾ വരക്കാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് എടുക്കുക, കോൺ സമഭാജി. അപ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് ഇത് വരക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, ആംഗിൾ തന്നുകൊണ്ട് മറ്റേ രീതിയിൽ ആംഗിൾ തന്നു 40 ഡിഗ്രിയും 80 ഡിഗ്രിയും. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഏറ്റവും നല്ലത് 180 - 40, 180 - 80 എന്ന് പറഞ്ഞ രീതിയുണ്ട്. സെൻട്രൽ ആംഗിൾ വരച്ചുകൊണ്ട് കേന്ദ്രകോൺ, നിങ്ങൾക്കറിയാം ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് വരക്കാൻ ടാൻജന്റുകൾ വരച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ചോദ്യം 100% ഷുവറാണ്. അത് 1 മാർക്കല്ല, 2 മാർക്കല്ല, 3 മാർക്കല്ല, 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അപ്പൊ ഞാനീ പറഞ്ഞ ഒന്നെങ്കിൽ 3 സൈഡ് തന്നുകൊണ്ടുള്ള ഒരു വരക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ 2 ആംഗിളുകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് വരക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ നിന്നും 5 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മക്കളെ, ഒരു കുട്ടി തൊട്ടു മുന്നിലുള്ള മരത്തിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലേഷനിൽ കാണുന്നു. ശേഷം 20 മീറ്റർ പിറകോട്ട് നടക്കുന്നു, ഇതേ മരത്തിന്റെ മുകൾ ഭാഗം. ഈ ചിത്രം വെരി ഇമ്പോർട്ടൻ്റാ. ഈ ചിത്രം ഒരു പക്ഷേ ചിത്രം മാത്രമായിട്ടും വരും. ഇതുപോലത്തെ ഒരു ചിത്രം, സെയിം മോഡൽ ചിത്രം നിങ്ങൾക്ക് ചിത്രം മാത്രമായിട്ടും വരും. ഓക്കെ, സോ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ട്രിഗണോമെട്രിയുടെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ലാസ്റ്റത്തെ പാർട്ടിൽ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ മേൽക്കോണും കീഴ്ക്കോണും മാത്രമായിട്ടൊരു വീഡിയോ പോയിട്ടുണ്ട്, അതൊന്ന് കാണുക. അപ്പോൾ 100% ഉറപ്പിച്ചോ 5 മാർക്കിന്റെ ഒരു ചോദ്യം എവിടെ നിന്നായിരിക്കും ഇതാക്കണം, ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും, മേൽക്കോണും കീഴ്ക്കോണും.
100%. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് കിട്ടും, കിട്ടിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്നത്, ഒരു 4 മാർക്കിന്റെ ചോദ്യം വരുന്ന ഏരിയ എന്ന് പറയുന്നത് സൈനും കോസും ടാനും ഉൾപ്പെടുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അല്ലെങ്കിൽ സൈന് കോസ് മാത്രം, അല്ലെങ്കിൽ സൈന് മാത്രം. അപ്പൊ ഈ കാണുന്ന ചോദ്യം നോക്കിയ മക്കളെ, ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സൈൻ എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നമുക്കറിയാം സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പന്യൂസ്, എതിർവശം ബൈ കർണമാണ്. സോ ഈ കാണുന്നത് 1/2 ആണ്. സോ ഇത് പൈതഗോറസ് പ്രകാരം ഇത് √3 ആണ്, √3. സോ മക്കളെ നിങ്ങൾ പറയടാ, ഈ കാണുന്നതിൽ എ സിയുടെ നീളം എത്രയാണ്? ദാറ്റ് ഈസ് 2 ആണ്. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം എത്രയാണ്? √3 ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? നമുക്കറിയാം 30:60:90 ആണെങ്കിൽ അത് എത്രയാണ്? 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3. സോ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, എതിർവശം ബൈ കർണം, √3/2. ഇതും 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ മക്കളെ, സൈന് കോസ് ടാന് വെച്ചുകൊണ്ട് ചിലപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അത് നമ്മൾ ലൈവിൽ ഇനിയും ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കുകൾ, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് ഒരു കാരണവശാൽ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ ഒരു ടോപ്പിക് പോലും നിങ്ങൾ എന്താക്കരുത്? മിസ്സാക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അടുത്തായിട്ട് ചോദ്യം ഇടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളൊന്നും കൊണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിൽ കോർഡിനേറ്റ്സ് കണ്ടെത്താൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദു ഏത്? അപ്പൊ എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന ഇതായിരിക്കും, അവിടെ വൈ എന്തായാലും 0 ആയിരിക്കും. വൈ ആക്സിനെ മുറിച്ച് കിടക്കുന്ന ഇത് 2 ആയിരിക്കും, അവിടെ എക്സ് 0 ആയിരിക്കും. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് എന്ത് തന്നിട്ടുണ്ട്? എ ബി ഡയമീറ്റർ ആണ്. ഓക്കെ, ഇത് ബിയും പിയും തന്നിട്ടുണ്ട്. ഒ എയുടെ നീളം കാണുക. നമുക്കറിയാം ഒ എയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇത് ഈ നീളം കണ്ടുപിടിക്കാന്ന് വെച്ച്. അപ്പൊ ഇത് 8 ആണ്. ഓക്കെ, പിന്നെ ഇത് 0,4 ആണ്. അപ്പൊ നമുക്ക് യെസ്, വേറെന്താ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, എ ബി എസ് ഡയമീറ്റർ ഓഫ് സർക്കിൾ സെന്റർ സി പി 2 പോയിന്റ്സ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഒ എ. ഇത് ഡയറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒ ബി ഇൻറ്റു ഒ എ ഈക്വൽ ടു ഒ പി സ്ക്വയർ ആണ്. അത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻ. ഒ ബി ഇൻറ്റു ഒ എ ഈക്വൽ ടു ഒ പി സ്ക്വയർ. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ 8 ആണ് നമുക്കറിയാം. ഒ പി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. സോറി, ഒ പി എന്ന് പറഞ്ഞാൽ 4 ആണെന്നറിയാം. അപ്പോൾ ഒ എ എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും? 16/8 സമം 2. അപ്പൊ ഈ കാണുന്ന നീളം എത്രയാണ്? 2 ആണ്. എയുടെ കോർഡിനേറ്റ് എത്രയാണ്? -2,0. ഇതും 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഈ രീതിയിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളൊന്നും പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഈ കാണുന്ന രീതിയിൽ ഒരു ആംഗിളും അതേപോലെ ടാൻജന്റിന്റെ ലെങ്ത്തും വെച്ചിട്ട് 100% നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിച്ചോ? 100%. 5 മാർക്കിന്റെ ചോദ്യം. ടാൻജൻസ് അഥവാ തൊടുവരയിൽ നിന്നും ഇതുപോലെ ആംഗിൾ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മക്കളെ. ഈ രീതിയിൽ, അല്ലെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട രീതിയിൽ ഒരു ചിത്രം, ഇനി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചിത്രമാണെങ്കിൽ വരച്ചു വെച്ചോ. ഈ കാണുന്ന ചിത്രം, ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഞാൻ ക്രിസ്മസ് എക്സാമിന് അങ്ങനെ കണ്ടിട്ടില്ല, റെയർ ആണ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്. അപ്പോൾ ഈ ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പിച്ചോ, ഇതുപോലത്തെ ഒരു ടാൻജന്റ് വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം 5 മാർക്കിന് എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും, പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് കോൺസെപ്റ്റ് ആണ്. ഈ കാണുന്ന ആംഗിൾ എന്താണോ അത് തന്നെയാണ് ഇവിടെ വരിക. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിരുത്തി പഠിച്ചോ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഒരു 5 മാർക്കിന്റെ ചോദ്യം എഴുതി വെച്ചോ. ഇതുപോലെ ആംഗിൾ കാണാനുള്ള ചോദ്യമായിരിക്കും, കോണുകൾ കാണാനുള്ള ചോദ്യമായിരിക്കും. അത് ഏത് ചിത്രം ആവാം, ഈ ചിത്രം തന്നെ ഒന്നുമില്ല, ഏത് ചിത്രം ആവാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ചിത്രം എന്താക്കാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രീതിയിലൊരു ചിത്രം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള 3 ആംഗിൾ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇത് 60, ഇത് 40, 100, ഇത് 80. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണ്. മൊത്തം 180 ആയതുകൊണ്ട് 140ന്റെ പകുതി 70. ആ സെയിം 70 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, അതിന്റെ ഓപ്പോസിറ്റ്. പിന്നെ ഇത് 60 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി 120 ആണ്. സോ 120ന്റെ പകുതി 60. ആ 60 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഓപ്പോസിറ്റ്. ഓക്കെ, പിന്നെ അതിൽ 80 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 ആണ്. സോ 50 അതായിരിക്കും ഇവിടെ ഉണ്ടാവുക, 50. ഓക്കെ, സോ ഈ ടോപ്പിക്കിൽ നിന്നും ഒരു 5 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം നമ്മൾ ഒരുപാട് 5 മാർക്കിന്റെ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. മക്കളെ, ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. 3 ചിത്രങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒന്നെങ്കിൽ ഈ ചിത്രം, അല്ലെങ്കിൽ ഈ ചിത്രം, ഇനി അതുമല്ലെങ്കിൽ ഈ ചിത്രം. ഈ 3ൽ ഏതെങ്കിലും ഒരു ചിത്രമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരും. 2 രീതിയിൽ ആ ചോദ്യം ഉണ്ടാവാം.
ആ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ വോള്യം അഥവാ വ്യാപ്തം കാണാനായിരിക്കും ചോദ്യം ഉണ്ടാവുക. വോള്യം കാണാൻ വരുമ്പോൾ നിങ്ങൾ ഒരു പണിയില്ല, ഡയറക്റ്റ് ആയിട്ട് 3 കഷ്ണങ്ങളാക്കുക. ഹെമിസ്ഫിയർ, സിലിണ്ടർ, ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം, വൃത്തസ്തംഭം, അർദ്ധഗോളം. ഇവിടെ ആണെങ്കിൽ 3 ഷേപ്പ്. എന്നിട്ട് ഡയറക്റ്റ് സാധാ ഇക്വേഷൻ അങ്ങ് ചെയ്താൽ മതി. എന്നാൽ ഈ കാണുന്ന രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ അഥവാ സർഫസ് ഏരിയ അഥവാ പര അല്ല, ഓക്കെ, എന്താണ് പരപ്പളവ്, അതായത് ഏരിയ, ഉപരിതല പരപ്പളവായിട്ട് ബന്ധം വന്നാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിന്റെ ഉള്ളിലുള്ള ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കരുത്. കാരണം അത് അതിന്റെ ഉള്ളിലാണ്. ഉള്ളിലേക്ക് ഇപ്പൊ നമ്മൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഷേപ്പിൽ ഒരു മുട്ടായി ഉണ്ട്. അപ്പൊ ആ മുട്ടായിന്റെ ഉൾഭാഗം നമ്മൾ കവർ ചെയ്യോ? ഇല്ല, പുറം ഭാഗം മാത്രമേ കവർ ചെയ്യുള്ളൂ. അപ്പൊ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഈ പുറമെയുള്ള അഥവാ കേർവ്ഡ് സർഫസ് ഏരിയകൾ മാത്രം ചെയ്താൽ മതി. ഉള്ളിലുള്ള ബേസ് ഏരിയകൾ രണ്ടും എന്താക്കേണ്ടതില്ല, ചെയ്യേണ്ടതില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ടോപ്പിക്കിന് 5 മാർക്കിന്റെ ചോദ്യം ഉറപ്പിച്ചോ. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിൽ നിന്നും ഒന്നെങ്കിൽ ഈ ചോദ്യമായിരിക്കും. ഇനി അല്ലെങ്കിൽ ഒരു സാധനം ഉരുക്കിയിട്ട് വേറൊരു സാധനമാക്കുക. ഫോർ എക്സാമ്പിൾ, ഇതൊരു കോണാണ്. ഓക്കെ, ഇതൊരു കോൺ. ഇതിന്റെ റേഡിയസ് 6 ആണ്, ഇതിന്റെ ഹൈറ്റ് 8 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് ഉരുക്കിയിട്ട് എത്ര ചെറിയ കോണുകൾ ഉണ്ടാക്കാം? റേഡിയസ് 1 ആയിട്ടുള്ള എത്ര ചെറിയ കോണുകൾ ഉണ്ടാക്കാം? റേഡിയസും ഹൈറ്റും, റേഡിയസ് 2, ഹൈറ്റ് 2, ഇങ്ങനെ എത്ര ചെറിയ കോണുകൾ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ് അഗൈൻ. നോക്കൂ, ഇതൊരു വലിയ കോണ്. ആ കോൺ ഉരുക്കിയിട്ട് എത്ര ചെറിയ കോണുകൾ ഉണ്ടാക്കും? ഉരുക്കിയിട്ട് വേറൊന്നുണ്ടാക്കാം. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്. മക്കളെ, നിങ്ങൾ ചോദ്യത്തിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റ്. ഒരു സാധനം ഉരുക്കിയിട്ട് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ചോദ്യം എന്നാൽ ഒരു പണിയില്ല. എന്താണോ നമ്മൾ ഉരുക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ വലിയ കോണിനെ ഉരുക്കിയിട്ട് ചെറിയ കോണാക്കുകയാണ്. അപ്പൊ എന്താണോ നമ്മൾ ഉരുക്കുന്നത്, ആ ഉരുക്കുന്നതിന്റെ വോള്യം ഡിവൈഡഡ് ബൈ എന്തിലേക്കാണോ നമ്മൾ ഉരുക്കി മാറ്റുന്നത് അതിന്റെ വോള്യം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വലിയ കോണിന്റെ വോള്യം, അതാണ് ഇവിടെ ഇത്. അടിയിൽ ചെറിയ കോണിന്റെ വോള്യം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, ഈ കോൺ ഉരുക്കിയിട്ട് എത്ര സ്ഫിയറുകൾ ഉണ്ടാക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ ഇതാണ് ഉരുക്കുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ എന്തിലേക്കാണ് നമ്മൾ മാറ്റുന്നത്? ഇതിലേക്കാണ് മാറ്റുന്നത്. അത് അടിയിൽ. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, സോ ഇതിന് ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/3 പൈ r സ്ക്വയർ h. പൈ ഇൻറ്റു r സ്ക്വയർ h എന്നാൽ 6 ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കാം. ഓക്കെ, r സ്ക്വയർ h ബൈ 1/3 ഇൻറ്റു പൈ ഇൻറ്റു r സ്ക്വയർ h 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 വെട്ടാം, 8 വെട്ടാം, പയ്യും വെട്ടാം, ഒരേപോലുള്ള ഒക്കെ വെട്ടാം. 1/3 വെട്ടാം. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര? 6 ഇൻറ്റു 6 36 എണ്ണം ഉണ്ടാക്കാം. അപ്പൊ എണ്ണം കാണാൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലിയതിന്റെ വോള്യം ഡിവൈഡ് ബൈ ചെറിയതിന്റെ വോള്യം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലേ എണ്ണം കിട്ടുള്ളൂ. അല്ലാതെ ഫ്രാക്ഷൻ ആയിപ്പോ, ഭിന്നസംഖ്യ ആയിപ്പോ. അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ചിലപ്പോൾ നിങ്ങളോട് പറയുക, ഒരു സാധനം ഇത് ഉരുക്കിയിട്ട് ഇതേ വോള്യമുള്ള ഒരു സാധനം ഉണ്ടാക്കി. ഇവിടെ നമ്മൾ കുറെ എണ്ണ ഉണ്ടാക്കുന്നത്, ഇവിടെ 1 ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിന്റെയും വോള്യം ഈക്വൽ ആണ്. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ 2 രീതിയിലായിരുന്നു ചോദ്യങ്ങൾ വരുള്ളൂ. ഒന്നെങ്കിൽ ഉരുക്കിയിട്ട് വേറൊന്നാക്കുക, വേറെ കുറെ എണ്ണാക്കുക. കുറെ എണ്ണാക്കുമ്പോൾ വലുത് ഡിവൈഡ് ബൈ ചെറുത്. ചിലപ്പോൾ വരിക ഒരെണ്ണം ഉരുക്കിയിട്ട് വേറെ ഒരെണ്ണാക്കുക. അപ്പൊ രണ്ടിന്റെ വോള്യം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ കോൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 5 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ആംഗിൾ കാണാനുള്ള ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. അപ്പൊ സാറേ, ഈ വീഡിയോ ഒക്കെ കണ്ടു വന്നിട്ട് സാറ് ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞത്, ആൻസർ പറഞ്ഞു തന്നില്ല ചോദിക്കുന്നുണ്ട്. മക്കളെ, ഇതിന്റെ ഒക്കെ ആൻസർ, ഇതിന്റെ ആൻസർ എന്നല്ല, ഇതുപോലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലൈവ് വരുന്നത്. 29 ചോദ്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ എന്താക്കും, വൃത്തിയിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ ബേസിക് മുതൽ അടിപൊളിയായിട്ടുള്ള സെഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കണം, ലൈവ് പങ്കെടുക്കണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് വരാൻ പറയണം കേട്ടോ. സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു 80% നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചിത്രം ഇതായിരിക്കും.
സ്ക്വയർ പിരമിഡ് അഥവാ സമചതുരസ്തൂപിക. അപ്പൊ അതിൽ നിന്നും ചിത്രങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ഒക്കെ ചോദ്യങ്ങൾ വരും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരും. സോ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും വരിക. ഏകദേശം 60+ മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ എയിം 60+ അല്ല, നമ്മുടെ എയിം 80+ ആണ്. 110 മാർക്കിന്റെ ചോദ്യത്തിൽ 80ന്റെ മുകളിൽ നമുക്ക് വാങ്ങേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി അതിനേക്കാൾ ടോപ്പിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്, അല്ലാതെ ഒരു കുട്ടി പോലും ഈ വീഡിയോ കാണാൻ വരില്ല, ഇല്ലേ? സത്യമല്ലേ? നിങ്ങൾ അടിപൊളി അല്ലാതെ ഒരു ആളുകളും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ സൈലൻസ് എസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. ലൈവിൽ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.